ഹലോ, ഇന്ന് നമ്മൾ ചെയിൻലെസ് ആയിട്ട് എങ്ങനെയാണ് ഹാഫ് ഡബിൾ ക്രോഷിയും അതുപോലെ തന്നെ ഡബിൾ ക്രോഷിയും ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ കോട്ടൺ 4 യാണ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുന്നു. ശേഷം 3 ചെയിൻസ് ചെയ്യുന്നു. ഇനി ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ സൂചിയിൽ ചുറ്റിയ ശേഷം ഫസ്റ്റ് ചെയിനിലേക്ക് നമ്മൾ സൂചി കടത്തി വിടുന്നു. ആദ്യത്തെ ലൂപ്പിലൂടെ മാത്രം ഒന്ന് ഗ്രാബ് ചെയ്തെടുക്കുന്നു. ഇപ്പൊ നമുക്ക് നീഡിലിൽ 3 ലൂപ്സ് കാണാം. ആ ലൂപ്സിനെ ഒരേ ഹൈറ്റിൽ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ആദ്യത്തെ ലൂപ്പിലൂടെ മാത്രം ഒന്ന് ഗ്രാബ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ഹാഫ് ഡബിൾ ക്രോഷി ചെയ്യുന്നത് പോലെ ഈ 3 ലൂപ്സും കൂടി ഒരു ലൂപ്പാക്കി എടുക്കുക. ഇപ്പൊ നമ്മൾ ഒരു ചെയിനും ഒരു ഹാഫ് ഡബിൾ ക്രോഷിയും ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വീണ്ടും നമ്മൾ സൂചിയിൽ നൂലൊന്ന് ചുറ്റിയെടുത്ത ശേഷം ഇപ്പൊ നമുക്കൊരു ചെയിൻ കാണാം, ഇല്ല ഈ താഴെയായിട്ട് ഒരു ചെയിൻ കാണാം. ആ ചെയിനിലോട്ട് നമ്മുടെ നീഡില് ഇങ്ങനെ കടത്തിവിടുക. ഒരു പ്രാവശ്യം ഇങ്ങനെ ഗ്രാബ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് നീഡിലിൽ 3 ലൂപ്സ് കിട്ടും. അതിനെ ഇതുപോലെ പാരലാക്കി ഒരേ ഹൈറ്റിലാക്കിയ ശേഷം ഫസ്റ്റ് ലൂപ്പിലൂടെ മാത്രം ഒരു പ്രാവശ്യം ഗ്രാബ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് നോർമൽ ഹാഫ് ഡബിൾ ക്രോഷിയാണ്. ഈ 3 ലൂപ്സും കൂടി ഒറ്റ ലൂപ്പാക്കി മാറ്റും. ബിഗിനേഴ്സ് ഈ ഒരു ചെയിൻലെസ് ഇത് പരീക്ഷിക്കാതെ ആദ്യമേ തന്നെ ഹാഫ് ഡബിൾ ക്രോഷിയും ഡബിൾ ക്രോഷിയും ഒക്കെ ചെയ്ത് നോക്കി അതൊന്ന് പ്രാക്ടീസ് ആയതിനു ശേഷം ഇത് ട്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അതായിരിക്കും കൂടുതൽ മനസ്സിലാവാനായിട്ട് സാധിക്കുക. ഈ ബേസിക് സ്റ്റിച്ചുകളുടെ ഒക്കെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത ശേഷം മാത്രം ഈ ചെയിൻലെസ് സ്റ്റിച്ചുകൾ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഇത് മനസ്സിലാവാനൊക്കെ എളുപ്പമുണ്ടാവും. ഇപ്പൊ നമ്മൾ 4 ചെയിനും 4 ഹാഫ് ഡബിൾ ക്രോഷിയും ഒരുമിച്ച് ചെയ്ത് തീർത്തിരിക്കുകയാണ്. 1 2 3 4 അതുപോലെ തന്നെ 1 2 3 4 നമുക്ക് 4 ചെയിനും 4 ഹാഫ് ഡബിൾ ക്രോഷിയും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് മുകളിലോട്ട് ചെയ്യാൻ ഇനിയും ഫർദർ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ 2 ചെയിൻ ഇട്ടിട്ട് 2 ചെയിൻ ഇട്ട ശേഷം നമ്മൾ നോർമലി ഹാഫ് ഡബിൾ ക്രോഷി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ അടുത്ത റോയും നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ സെക്കൻഡ് റോ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കിനി പ്രൊജക്റ്റുകളിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ചില പ്രൊജക്റ്റുകൾ, അതായത് ഷോള് അതുപോലെ തന്നെ ടേബിൾ മാറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ 100 ചെയിൻസ് 200 ചെയിൻസ് അങ്ങനെ നമ്മൾ കൂട്ടി ചെയിൻസ് ഒക്കെ എടുക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എണ്ണം തെറ്റിപ്പോകാനും സ്റ്റിച്ചുകളുടെ എണ്ണം ചിലപ്പോൾ കൂട്ടേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ഇതുപോലത്തെ ചെയിൻലെസ് ഡബിൾ ക്രോഷി അല്ലെങ്കിൽ സിംഗിൾ ക്രോഷി ഒക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. കാരണം നമുക്കിത് എണ്ണം കൂട്ടാനും അതുപോലെ തന്നെ കുറയ്ക്കാനും എളുപ്പമുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷിയാണ് കേട്ടോ. അതിനായിട്ട് വീണ്ടും 3 ചെയിൻ ചെയ്യുക. സ്ലിപ്പ് നോട്ട് ഇട്ട ശേഷം 3 ചെയിൻ ചെയ്യുന്നു. നമ്മൾ സൂചി ഒന്ന്
നൂലിൽ ചുറ്റിയെടുക്കുന്നു. ഫസ്റ്റ് ചെയിനിലേക്ക് നമ്മുടെ ഹുക്ക് കടത്തി വിടുന്നു. ഒരു പ്രാവശ്യം ഗ്രാബ് ചെയ്തെടുക്കുന്നു. ആദ്യത്തെ ലൂപ്പിലൂടെ ഒരു പ്രാവശ്യം ഗ്രാബ് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് 3 ലൂപ്സ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്പിലൂടെ ഒന്ന് ഗ്രാബ് ചെയ്തെടുക്കുന്നു, രണ്ടാമത്തെ 2 ലൂപ്പിലൂടെ ഒന്ന് ഗ്രാബ് ചെയ്തെടുക്കുന്നു. നോർമൽ DC ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ആ ചെയിനിലൂടെ നമ്മൾ ഹുക്ക് വീണ്ടും ഇടുന്നു. ഒരു പ്രാവശ്യം ഗ്രാബ് ചെയ്തെടുക്കുന്നു. നമ്മൾ ആ 3 ലൂപ്സിൻ്റെ ഹൈറ്റ് പാരലാക്കി വെച്ച ശേഷം മാത്രം ഒരു ലൂപ്പിലൂടെ ഗ്രാബ് ചെയ്തെടുക്കുക. വീണ്ടും ആദ്യത്തെ 2 ലൂപ്പിലൂടെ, വീണ്ടും അടുത്ത 2 ലൂപ്പിലൂടെ. ഇപ്പം 2 ചെയിനും 2 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു കഴിഞ്ഞു കേട്ടോ. ഈ ഹൈറ്റ് ഒരുപോലെ ആക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആയാലും നമുക്ക് കറക്റ്റായിട്ട് ഒരേ അളവിലുള്ള ഡബിൾ ക്രോഷ്യകൾ കിട്ടും കേട്ടോ. ചെയിനിലൂടെ ഒന്ന് ഗ്രാബ് ചെയ്തെടുത്തു. ഹൈറ്റ് കറക്റ്റാക്കിയ ശേഷം ഫസ്റ്റ് ലൂപ്പിലൂടെ ഒന്ന് വലിച്ചെടുക്കുക. പിന്നെ ആദ്യത്തെ 2 ലൂപ്പിലൂടെ വീണ്ടും അടുത്ത 2 ലൂപ്പിലൂടെ ചെയ്ത് ഒരു ലൂപ്പാക്കി എടുക്കുക. ഇങ്ങനെ ഡബിൾ ക്രോഷ്യ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.